അപ്പോൾ മക്കളെ നമ്മളിവിടെ രാവിലെ മൂന്നാറിലെത്തിക്കണം. നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി പോയോക്കണം. ഒക്കെ നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ വണ്ടിയിലാട്ടോ നമ്മൾ വന്നത്. നമ്മളൊരു കാറോ ഇന്നോവ എടുത്താണ് വരാനുള്ള, അല്ല ഒരു അൾട്ടോ ഇന്നോവ എടുത്ത് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആൾക്കാർ കൂടിയപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഒരു ട്രാവലറാക്കി വണ്ടി അതവിടെ ഇങ്ങനെ വരുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് വരും, കാണിച്ചു തരും. ഇവിടെ നല്ല നല്ല ക്ലൈമറ്റ് ആട്ടോ ഇന്ന്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഫുഡ് കഴിക്കുന്നവർക്കുള്ള ഒരു വ്യൂ ആയിട്ട് കാണാം. ജീപ്പൊക്കെ പോവാം. ഇവിടുന്നുള്ള ഒരു വ്യൂ ഇതാ. അവിടെ കണ്ടില്ല എന്താ കോട. നല്ല ഫോഗ്. രാവിലെ ആണെങ്കിലും രാവിലെ തന്നെ നല്ലതുണ്ട്. ഇവിടെ നല്ല ആന ഇറങ്ങുന്ന സ്ഥലം തന്നെ കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഇത് കൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആന ഇറങ്ങും. ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വരുമ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ ഇതിന് ഇങ്ങനത്തെ കുന്നിൻ്റെ പ്രദേശം കണ്ടില്ല. ഇതിൻ്റെ മേലൊക്കെ ആന ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ഇതേമാതിരി ആന കണ്ടൊരു വീഡിയോ ആണ് ഇതിൽ ആഡ് ചെയ്താണ്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരുന്നാണ്ട് ഫുഡ് കഴിക്കാം. അതിനാണ് നമ്മളിവിടെ നിർത്തിയത്. അതൊരു കഥയിക്കണം എന്ന് റെഡി ആവണം. എനിക്ക് വീഡിയോയിൽ വരാൻ ആകെ വർത്താനം പറയാനൊക്കെ ആകെ ഒരു ചടപ്പ്. അപ്പോൾ ഓലൊക്കെ എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊരു ഭയങ്കര പാത്രം ഇതൊക്കെ ഇറക്കി, പക്ഷെ കയ്യിലെടുക്കാൻ പറഞ്ഞതാ വീട്ടിൽ നിന്ന്. ഇനി എങ്ങനെ കോരി പ്ലേറ്റ് കിട്ടാന്നാവോ. അവിടെ നിൽക്കണില്ല. നല്ല ഏരിയയിലായിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഡ്രൈവർ. നല്ല രസമുണ്ട് സ്ഥലം. അപ്പോൾ മക്കളെ നമ്മളിവിടെ വട്ടവട എത്തിക്കണേ. വട്ടവടയുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. വട്ടവട പറഞ്ഞാൽ പ്രകൃതി സമൃദ്ധമായിട്ടുള്ളൊരു സ്ഥലം. ബ്യൂട്ടി പറഞ്ഞാൽ എന്താ. നിങ്ങൾ ആ വണ്ടിയിലാട്ടോ വന്നത്. എന്താ പ്രകൃതി ഇങ്ങോട്ട് നോക്കി, നാച്ചർ. ഇതിലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ട്രാവലറിലായതുകൊണ്ട് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിൻ്റെ സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. വട്ടവട എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കുമ്പോൾ വരണം മക്കളെ. ബൈക്ക് എല്ലാവരും ബൈക്കായിട്ട് വരും. ബൈക്കാണ് വട്ടവടയ്ക്ക് ഏറ്റവും ബെറ്റർ. കാറോ വേറെ ഏത് വണ്ടിയോ ഒന്നുമല്ല, ബൈക്ക് വേണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. എന്താ പറയാ, പ്രകൃതി അത്ര കനിഞ്ഞൊരുക്കി കൊടുത്തൊരു സ്ഥലം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടിയിൽ വരുമ്പോൾ തന്നെ മനസ്സിങ്ങനെ സങ്കടപ്പെട്ടു പോയി. ട്രാവലറിൽ വന്നിട്ട് ബൈക്കുമേൽ വരേണ്ടത്. കാറിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്ഥലത്തും നിർത്തിക്കാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഇപ്പൊ ഇത് അതിനൊന്നും പറ്റിയിട്ടില്ല. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഓരോരോ ഏരിയക്കുമ്പോൾ ഓരോരോ സൈസ് വ്യൂ. തേയിലത്തോട്ടൊക്കെ ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, പല ഡിസൈൻ. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചത് കണ്ട് നോക്കുമ്പോൾ. അപ്പോൾ മക്കളെ എല്ലാവരും വരിക. വട്ടവട എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. അത്രയും രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ബൈക്കുമേൽ എന്തായാലും വരിക. മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് വളരെ മസ്റ്റാണ്. അത്ര നാച്ചുറൽ സ്ഥലമാണ് വട്ടവട. എന്തായാലും വരണം. ഇപ്പം നമ്മളൊരു കുട്ടിക്ക് ചായക്ക് വേണ്ടി ടീൻ്റെ ചായക്കാൻ
ടീ സ്റ്റാളാണ്. ചായയും നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ഒരു കുട്ടിക്ക് പറ്റൂല ചപ്പാത്തി. അപ്പോൾ നമ്മളങ്ങനെ ഇതാക്കാൻ വന്നതാണ്. ഞങ്ങൾ വട്ടവട ചെക്ക് പോസ്റ്റിലെത്തി. അവിടുന്ന് കുറച്ച് വണ്ടികളൊക്കെ തിരിച്ചു വിട്ട് ഇനി കിടക്കാൻ സമ്മതിക്കാതെ. അപ്പം ഞങ്ങളും ആകെ ബേജാറായി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒറ്റ വന്നിട്ട് ഇനി പോയിക്കൂല വെച്ചിട്ട്. പക്ഷേ നമ്മളെ അവസാനം ഒരു വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് കാണ്ട് പൊയ്ക്കോളി പറഞ്ഞു. ഓടി നിർത്തിയെടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഫുൾ ഫോറസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നുള്ളത് വട്ടവടയാണ്. വട്ടവട നമ്മൾ നേരത്തെ വീഡിയോൻ്റെ ബാക്കി തന്നെയാണല്ലോ. നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാൻ വന്നതാണ്. സ്ട്രോബെറി തോട്ടങ്ങൾ കാണുന്നുണ്ട് അറിയില്ല. അതാ ഇതൊക്കെ സ്ട്രോബെറിയാണ്. ഇവിടെ വേറെ എന്തോ ഒരു കൃഷി ഉണ്ട് ഇവിടെ. ഓ കേവേജാണ് ഈ വിളഞ്ഞ് നിൽക്കണതൊക്കെ. കേവേജ് ഓ എന്താ രസം എന്ന് അറിയാം. നമ്മളൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കാണണോണ്ട് അതിന് രസം. ഇവിടെ നല്ല കേവേജ് ഇതാക്കി വെച്ചിരുന്നതാ. എടുത്ത് വെച്ചാണ് കേവേജ്. ഓ നിങ്ങൾക്ക് നല്ല ഫ്ലവർ ഫ്ലവേഴ്സ് ഇവിടെ. ഇനി നല്ലൊരു സ്ട്രോബെറി തോട്ടമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുക നോക്കട്ടെ കേട്ടോ. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് അതേപോലെ ഓൽക്ക് മാത്രം അങ്ങനെ പ്രവേശനമുള്ള സ്ഥലമൊക്കെ നമ്മൾ വെറുതെ ഇറങ്ങി ചെല്ലണ്ടല്ലോ. സ്ട്രോബെറികളാണ്. സ്ട്രോബെറി ഇത് ഫുള്ള് സ്ട്രോബെറി പാടം. സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ ഇങ്ങനെ അതിമനോഹരമായ സ്ട്രോബെറി തോട്ടമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതെന്താ സാധനം ഒന്നും ഒരു ഐഡിയ കിട്ടണില്ല. ബീൻസോ എന്താ ഒരു കായ് കാണുന്നുണ്ടെങ്കിൽ കായ് ബീൻസാണോ എന്താണെന്നറിയില്ലത്. അങ്ങനെ അതിനോട് സൂര്യകാന്തി. നമ്മുടെ തായോട്ടൊക്കെ എന്തൊക്കെയാ അവര് കൃഷി ചെയ്തിക്കണ്. തായൊക്കെ സ്ട്രോബെറി തന്നെ. ഫുൾ സ്ട്രോബെറിയാണ് അവർ ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറി തോട്ടം എടുത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കട്ടെ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഞാൻ പിന്നെ എന്താ കർണാടക വെച്ച് ഫ്ലെക്സൊക്കെ വെച്ചിട്ട് എന്താ വെച്ചാൽ നല്ല ഉറങ്ങിയ പോലെ ആയിരിക്കണം ഫേസൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഇതാണ് കർണാടക വെച്ചിരിക്കണം കേട്ടോ. അല്ല വേറെ ഒന്നുമല്ല. നല്ല സ്ഥലം. സൂര്യകാന്തി മൊത്തം സ്ട്രോബെറി അവിടെ. പിന്നെ സ്ട്രോബെറി ഇതൊക്കെ സ്ട്രോബെറി തന്നെയാണ് തോന്നുന്നത്. സ്ട്രോബെറി ചെടികൾ തന്നെ വെച്ച് സ്ട്രോബെറി കിടക്കാനുണ്ടോ. അപ്പോൾ മക്കളെ നമ്മൾ അടുത്തൊരു നല്ലൊരു വ്യൂ പോയിന്റിലൂടെ നിർത്തിയിരിക്കണേ. അതിമനോഹരമായ പ്രകൃതി അലങ്കരിച്ചൊരു ആകാര വടിപോലത്തെ ഒരു ഭംഗി. ഇതെന്തൊരു വാക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പം ഉണ്ടാക്കിയൊരു വാക്കാണ്. ഈ സ്ഥലം ഞാൻ കാണിച്ചാൽ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറയാം. വട്ടവട എവിടെ നോക്കിയാലും അമേസിങ്. എല്ലാ കട്ടായി ഞാൻ എടുത്ത എല്ലാ ഇതിനും പറയാം. ഈ ഒരൊറ്റ കാര്യമാണ് എന്താ ഇത്ര വിഷ്വൽ ബ്യൂട്ടി പറഞ്ഞത് വട്ടവട. അപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, എവിടെ ഇറങ്ങിയാണ്ട് നോക്കിയാലും അവിടെയൊക്കെ ഇതേ ഭംഗിയാണ്. എവിടെ നോക്കിയാലും വ്യൂ കാണാനുള്ളത് വട്ടവട പറഞ്ഞാൽ. ബൈക്കുമ്പോൾ തന്നെ വരണം. കാറിൽ ഇതേപോലെ ട്രാവലറിലൊക്കെ വന്നിട്ടാണെങ്കിൽ ഒരു നേക്കും ഉണ്ടാവില്ല. കണ്ടോ ഇവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചാടി. ഇതാണ് നമ്മൾ ചാടി വെക്കാം. അതിനുവേണ്ട എന്തിനു ടൂർ വന്നതാ പറയേ. അങ്ങോട്ട് കണ്ടാ എന്തേ കണ്ടേ? ഉറങ്ങുക രാത്രി വെച്ച് രാവിലെ നേരം വരെ ഉറങ്ങുക. ഇവക്ക് വണ്ടി കയറി അപ്പം ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് വണ്ടി കയറി ആരോടും മുണ്ടൂല. ഇവക്ക് ബൈക്കാ പറ്റുള്ളൂ അല്ലേ? അനിയോ ബൈക്കല്ലേ പറ്റിയ? ഇനി നമ്മൾ ഇങ്ങനത്തെ ഇതന്നെ മൂന്നാർ കാണാനുള്ളത്. മൂന്നാർ ഉണ്ടില്ലേ? ഇതാണ് വട്ടവട. അതേപോലെ മൂന്നാറിൽ 2-3 ഡാം, എക്കോ പോയിന്റ്, 2-3 സ്ഥലം കൂടി ഉണ്ട്. ആ സ്ഥലം കൂടി കാണാണ്ടാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് മെല്ലെ പോകും. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇൻഷാ അല്ലാ വേണേൽ നമുക്ക് മൈസൂരും കൂടി ഒന്ന് പോവാം. അപ്പോൾ മൃഗശാല എന്നെ കുറച്ച് ആളിനെ പോലെ കുറച്ച് മൃഗങ്ങളെ ബാക്കി നമുക്ക് കാണാം.
മൃഗശാല മൈസൂരിനോട്ടോ ഒക്കെ. ഞാൻ എന്താ വെച്ചാൽ ഞങ്ങള് കൂട്ടത്തിലുള്ള ഞാൻ എൻ്റെ ഏട്ടന് മറ്റേ അമ്മായിയാക്കല്ലാതെ വേറെ ആരും മൂന്നാർ കണ്ടിട്ടില്ല. ലേഡീസ് ആരും മൂന്നാർക്ക് വന്നിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ മൂന്നാറിനാക്കി. മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ട്രിപ്പ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇമ്മാക്കൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് ഓലോടി കാണലില്ല, നമ്മൾ കൊണ്ടായാലേ കാണുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലം ഓൽക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വ്ളോഗും ഇതൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ ഇതാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി ഇനിയും കാണും വരെ ബൈ ബൈ.